ഹായ് ഗായ്സ്, മാർക്കറ്റ് മേസ്റ്ററിൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് പൾസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെയും പോലെ തന്നെ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് തന്നെ നമ്മുടെ അനാലിസിസ് തുടങ്ങാം. സോ നിഫ്റ്റി ഇന്നലെ ഒരു ബാഡ് ക്ലോസ് ആണ് തന്നിരുന്നത്. ഒബ്വിയസ്ലി ഇതിലും മുന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു നല്ലൊരു സ്ട്രക്ചർ അല്ല നിഫ്റ്റിയിൽ ഉണ്ടാകുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു ബെയറിഷ്നെസ് ടോട്ടൽ മാർക്കറ്റിൽ വരുന്നുണ്ട് എന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. വീണ്ടും ഒരു സ്ട്രോങ് ബ്രേക്ക് ഡൗൺ വിത്ത് ഗുഡ് വോളിയം. ഈ ഒരു ബ്രേക്ക് ഡൗൺ വോളിയം അല്ല, ഇതിന് മുന്നത്തെ ക്യാൻഡിൽ നല്ല വോളിയത്തിൽ തന്നെയാണ് ബ്രേക്ക് ഡൗൺ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ വേണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ലെവലായിട്ട് വേണമെങ്കിൽ കണക്ട് ആക്കാം. പക്ഷേ ഈ ഒരു ലെവൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് ലെവലും കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു ലെവലിലും ആണ് നമുക്ക് വരുന്നത്, റൈറ്റ്? സോ എന്താണ് ഈ ഒരു ലെവൽ നിഫ്റ്റിയുടെ റിയാക്ഷൻ എന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് നിഫ്റ്റി. അതുപോലെ തന്നെ ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ, ഇന്ത്യ വിക്സും ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ട് താഴത്തേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനീഷ്യൽ മാർക്കറ്റ് അവേഴ്സ് ഞാൻ വിചാരിച്ചു ലൈക്ക് ഇന്ത്യ വിക്സ് കൂളാവുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അർത്ഥം മേ ബി മാർക്കറ്റ് മുകളിലേക്ക് വരുമായിരിക്കും, മേ ബി നമുക്കൊരു അപ്പ് സൈഡ് സ്വിങ് കിട്ടുമായിരിക്കും മാർക്കറ്റിൽ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതല്ല നടന്നത്. താഴെ വന്ന് ഒരു ഷെയ്ക്ക് ഔട്ട് തന്ന് വീണ്ടും മുകളിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇന്ത്യ വിക്സ് 2% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ അതും അത്ര നല്ലൊരു സിനാരിയോ അല്ല ശരിക്കും പറഞ്ഞാൽ. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യ വിക്സ് ഒരു റാലി മുകളിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റിൽ വലിയൊരു പാനിക് ഉണ്ടെന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം ഡെഫിനറ്റ്ലി പീപ്പിൾ ആർ ഗെറ്റിംഗ് ബെയറിഷ്. കൂടുതൽ ആൾക്കാരും ബെയറിഷ് ആവുന്നു, മാർക്കറ്റ് താഴെ പോകാനുള്ള പ്രോബബിലിറ്റി കൂടും. അപ്പോൾ ഇന്ത്യ വിക്സ് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട കാര്യമുണ്ട്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഇവിടെ ഞാൻ പറഞ്ഞിരുന്ന ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ഗ്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാതെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്ട്രോങ് റാലി മുകളിലേക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു ഗ്യാപ്പൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് ഒരു രണ്ട് ബെയറിഷ് ക്യാൻഡിൽസാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ റെസ്പെക്റ്റ് ചെയ്യുമോ ഇല്ലയോ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ ഒരു 10 പീരീഡ് മൂവിങ് ആവറേജിൻ്റെയും താഴെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതും ഒരു ബെയറിഷ് സിനാരിയോയാണ് ആസ് ഫാർ ആസ് എ സ്വിംഗ് ട്രേഡ് ഈസ് കൺസേൺ. ഞാൻ ഐഡിയൽ കേസ് സിനാരിയോസ്, എനിക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റിയ സിനാരിയോസ് ഞാൻ മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 10 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിലാണോ ആണെങ്കിൽ ട്രേഡുകൾ കുറച്ചും കൂടി അഗ്രസീവായി എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ്സ് ഒന്നും എടുക്കരുത്, അല്ലെങ്കിൽ വളരെ ചെറിയ സൈസിൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ. സോ ഇതൊരു ബെയറിഷ് സിനാരിയോ ആണ്. ബേസിക്കലി ഈ ഒരു ദിവസം മുതൽ ഞാൻ പൊസിഷൻസ് ഒന്നും ഇന്നലെ എടുത്തിട്ടില്ല. ഉള്ള പൊസിഷൻസ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അടിച്ച് നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്. സോ ഇൻഡെക്സ് ആൻഡ് വിക്സ് അനാലിസിസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ലൊരു ബെയറിഷ്നെസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഈ ഒരു വീക്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇനിയും നല്ല രീതിയിലുള്ളൊരു ബെയറിഷ്നെസ് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അപ്പ് സൈഡ് സ്വിങ് അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ നമുക്ക് ഡേ ടു ഡേ ആക്ഷൻസ് നോക്കി തന്നെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഡേ ടു ഡേ ആക്ഷനിൽ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് എടുക്കുക. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ജൂൺ 2 അറ്റ്ലീസ്റ്റ് ഞാൻ ട്രേഡ്സ് ഓപ്പൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ലൈക്ക് വളരെ 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 കുറവാണ്. ഇനി നമ്മൾ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ, സ്റ്റോക്സ് അബൌട്ട് 20 പീരീഡ് മൂവിങ് ആവറേജ് ഒരു നല്ലൊരു മുകളിൽ വന്നിട്ട് ഒരു സ്ട്രോങ് ഫോളാണ് തന്നിരിക്കുന്നത്. സ്റ്റോക്സ് അബൌട്ട് 50 പീരീഡ് മൂവിങ് ആവറേജും സ്ട്രോങ് ഫോളാണ് തന്നിരിക്കുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഈ മൂവിങ് ആവറേജിന് താഴെയാണ് ഷോർട്ട് ടേം ട്രെൻഡ്. ഐഡിയൽ കേസ് സിനാരിയോസ് ഈ മൂവിങ് ആവറേജിന് മുകളിൽ ഷോർട്ട് ടേം ട്രെൻഡ് മുകളിലേക്ക് അപ്പ് ട്രെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ട്രേഡുകൾ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ട്രേഡ്സ് വിന്നേഴ്സ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുകയും ചെയ്യും. ഒബ്വിയസ്ലി നമുക്ക് ചില സമയങ്ങളിൽ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും പോലെ തന്നെ ഇതും ചിലപ്പോൾ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ കണ്ടില്ലേ, ചോപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷേ ഇങ്ങനെയുള്ള നല്ല സ്ട്രോങ് മൂവ്സ് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതുപോലെ തന്നെ എപ്പോൾ ആ സ്ട്രോങ് മൂവ് തീർന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, റൈറ്റ്? പിന്നെ സ്റ്റോക്സ് അബൌട്ട് 200 EMAയും ഈ പറയുന്ന പോലെ തന്നെ നല്ലൊരു മൂവ്
തരാൻ ശ്രമിച്ചിട്ട് വീണ്ടും താഴത്തേക്ക് ഡൗൺ ട്രെൻഡ് ചെയ്യുന്നുണ്ട്. ഓൺലി 40% സ്റ്റോക്സ് മാത്രമേ 200 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിലുള്ളൂ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് അത്ര സ്ട്രോങ് അല്ല. 52 വീക്ക് ലോ ഹൈ നോക്കുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. ഐഡിയലി ഇത് ഈ ഒരു 0ൻ്റെ മുകളിൽ ഈ ഒരു വാല്യൂ നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അഥവാ വീണ്ടും ഇത് 0ന് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ബെയറിഷ് സിനാരിയോ മാർക്കറ്റിൽ വരാനുള്ള പ്രോബിലിറ്റി വളരെയധികം കൂടുതലാണ്. മാർക്കറ്റ് ബ്രെത്ത് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൗൺ 4.5% പ്ലസ് ടുഡേ എന്ന് പറഞ്ഞാൽ 220 സ്റ്റോക്സ് ഇന്നലെ 4.5% കൂടുതൽ ഡൗൺ ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന്. സോ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും കോഷ്യസ് ആയിട്ടിരിക്കുക. വെറുതെ അഗ്രസീവായി ട്രേഡ് ചെയ്ത് നിങ്ങളുടെ ക്യാപിറ്റൽ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. എസ്പെഷ്യലി സ്വിംഗ് ട്രേഡിങ്. ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ചെയ്യാം, അത് അവരുടെ ഇഷ്ടമാണ്. എനിക്ക് ഇൻട്രാഡേയെക്കുറിച്ച് അധികം ആധികാരികമായി പറയാനൊന്നും അറിയില്ല. പക്ഷേ സ്വിംഗ് ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി ഈ ഒരു മാർക്കറ്റ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ട്രേഡബിൾ അല്ല. ബേസിക്കലി നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പ്രോബിലിറ്റി കൂടുന്നുണ്ടാവും. ഓക്കെ, സോ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.